കണക്ക് എന്ന വിഷയത്തെ ഇഷ്ടപ്പെടുന്നവരെക്കാൾ ഭയക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. എന്നാൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന സ്ഫടികത്തിലെ ചാക്കോമാഷിന്റെ ഡയലോഗ് അർത്ഥമുള്ളതാക്കിയ ഒരു യുവ മലയാളി വ്യവസായിയുണ്ട്. കണക്കിനെ ഇഷ്ടപ്പെട്ട് കണക്കു തന്നെ ജീവിതമാക്കി കണക്കിലൂടെ പണം കൊയ്ത് ഒടുവിൽ കണക്കുകൂട്ടൽ തെറ്റിപ്പോയ മലയാളി. കണ്ണടച്ചു തുറക്കും മുന്നേ കണക്കിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പോലെ പടർന്നു പന്തലിച്ച കരിയർ. കണക്കിനെ ഭയപ്പെട്ടവർക്കിടയിൽ പ്രിയപ്പെട്ടതാക്കിയ ബൈജൂസിന്റെ ഉടമ ബൈജു രവീന്ദ്രൻ. എവിടെയാണ് ബൈജുവിന്റെ കണക്കൂട്ടലുകൾ പിഴച്ചത്? എന്താണ് ആ മലയാളി യുവ സംരംഭകന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കഥ? 40 നഗരങ്ങളിൽ ഓഫീസുകൾ, 28,000 കോടി രൂപ മൂല്യമുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവൻ ബൈജു രവീന്ദ്രൻ. വെറും കണക്കുകൂട്ടലുകൾ കൊണ്ട് സാധാരണ കണക്കുകൾക്കുമപ്പുറം സ്വത്തിനും പ്രശസ്തിയും സ്വന്തമാക്കിയ മലയാളി. കണക്കിലെ കുറുക്കു വഴികളിലൂടെ പേരും പെരുമയും സ്വന്തമാക്കി. യുവ സംരംഭകരുടെ സ്വപ്നങ്ങൾക്ക് തിരികൊളുത്തിയ ബൈജു രവീന്ദ്രന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ അറിയേണ്ടതുണ്ട് ഈ യുവ സംരംഭകന്റെ വിജയത്തിലേക്കുള്ള ജീവിതയാത്ര. കണ്ണൂരിലെ അഴീക്കോട്ടെ വൻകുളത്തുവയൽ എന്ന ഗ്രാമത്തിൽ നിന്നും ലോകം അറിയപ്പെടുന്ന അധ്യാപകനും സ്റ്റാർട്ടപ്പ് സംരംഭകനുമായി മാറിയ വളർച്ചയിൽ ഒരു കുറുക്കുവഴികളുമില്ലായിരുന്നു. കണക്കിനോടുള്ള അതിയായ ഇഷ്ടവും ഒരു കായിക താരത്തിനുള്ള പോരാട്ട കുതിപ്പുമായിരുന്നു അന്ന് ബൈജുവിന് കൈമുതലായി ഉണ്ടായിരുന്നത്. അതുതന്നെയായിരുന്നു അയാളുടെ മൂലധനവും. ഒരു ചെറിയ ഗ്രാമത്തിലെ ഹൈസ്കൂൾ അധ്യാപക ദമ്പതികളുടെ മകനായി ജനിച്ച് അതേ സ്കൂളിൽ തന്നെ പഠിച്ച് പാടത്തും പറമ്പിലും പന്ത് തട്ടിക്കളിച്ച് ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് തലപ്പത്ത് വരെ എത്താമെന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു ബൈജു. പങ്കെടുത്ത മത്സര പരീക്ഷകളിലെല്ലാം 100-ൽ 100. കുട്ടിക്കാലത്തെ ഗണിതശാസ്ത്ര മത്സര പരീക്ഷകളിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രകളിലെല്ലാം ബൈജുവിന്റെ കണ്ണ് വഴിയിലെ ഇലക്ട്രിക് പോസ്റ്റുകളിലായിരുന്നു. വെറുതെ കാഴ്ച കണ്ട് പോസ്റ്റ് എണ്ണിയിരിക്കുകയായിരുന്നില്ല. ഒരു പോസ്റ്റിൽ നിന്നും രണ്ടാമത്തെ പോസ്റ്റിലേക്ക് എത്താൻ ട്രെയിൻ എത്ര സമയം എടുക്കുമെന്നും അങ്ങനെയെങ്കിൽ ട്രെയിനിന്റെ വേഗത എത്രയെന്നും മനക്കണക്ക് കൂട്ടുകയായിരുന്നു അന്ന് ബൈജു. ഇങ്ങനെ മനക്കണക്കിൽ കോർത്തെടുത്ത ജീവിതമാണ് പിന്നീട് വിജയത്തിലെത്തിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ടാണ് ആദ്യം ജോലി ചെയ്തതെങ്കിലും നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹം കറങ്ങി. ജോലിക്കിടയിൽ നീണ്ട അവധിക്കാലത്ത് ബംഗളൂരുവിലെ സുഹൃത്തുക്കളെ കാണാൻ നടത്തിയ യാത്ര ബൈജുവിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. CAT പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് മുന്നിൽ കണക്കിലെ തന്റെ സൂത്രപ്പണികൾ പറഞ്ഞുകൊടുത്തു. തമാശയ്ക്ക് പരീക്ഷയും എഴുതി. റിസൾട്ട് വന്നപ്പോൾ ടോപ്പർ ബൈജു. പിന്നീട് ആയിരക്കണക്കിന് കുട്ടികളുടെ അധ്യാപകനായ ബൈജു പുതിയൊരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കി, ബൈജൂസ്. ചെറിയ റൂമുകളിൽ നടത്തിയ ക്ലാസുകൾ ഇൻഡോർ സ്റ്റേഡിയങ്ങളിലേക്ക് മാറി. വലിയ ചർച്ചാ വിഷയമായി. ദിനംപ്രതി കുട്ടികളുടെ എണ്ണം കൂടി വന്നു. ക്ലാസ് റൂം പോരാതായി. 1 ലക്ഷം രൂപ വാടക കൊടുത്ത് കോളേജ് ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയപ്പോൾ ഒരാളിൽ നിന്നും 1000 രൂപ വെച്ച് ഈടാക്കാൻ തുടങ്ങി. അതായിരുന്നു ഇന്നത്തെ കമ്പനിയിലേക്കുള്ള ആദ്യ മൂലധനം തന്നെ. ബസ്സും ട്രെയിനും മാറിക്കേറിയും ബസ് സ്റ്റാൻഡിൽ ഇരുന്നുറങ്ങിയും ഇന്ത്യയിലെ പല നഗരങ്ങളിലും പോയി പഠിപ്പിച്ചിരുന്ന കാലം ബൈജുവിനുണ്ടായിരുന്നു. 2009-ലാണ് ക്ലാസുകൾ ഓൺലൈനായി മാറിയത്. 2011 തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് കമ്പനി തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചു. ഒരു നാൾ മണിപ്പാൽ ഗ്രൂപ്പിന്റെ തലവൻ രഞ്ജൻ പായ് ബൈജുവിന്റെ ക്ലാസ് കണ്ട് അത്ഭുതപ്പെട്ടു. രാത്രി 10 മണിക്ക് 400ഓളം വിദ്യാർത്ഥികൾ ഹോട്ടലിലെ ഓഡിറ്റിംഗ് റൂമിൽ നിശബ്ദരായിരുന്ന് മുൻപിലെ വീഡിയോയിൽ നോക്കി കണക്ക് പഠിക്കുന്നു. കണക്കിനെ ഇത്രയും ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നവൻ ചില്ലറക്കാരനല്ലല്ലോ എന്ന് അദ്ദേഹം ഓർത്തു. ഇങ്ങനെയാണ് 55 കോടി രൂപ തിങ്ക് ആൻഡ് ലേണിലേക്ക് ആദ്യമായി എത്തുന്നത് തന്നെ. 3000-ലേറെ ജീവനക്കാരുള്ള ബൈജൂസ് ആപ്പ് 2015-ൽ ലോഞ്ച് ചെയ്തു. 28,000 കോടി രൂപ മൂലധനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ആപ്പായി വളർന്നു. എഡ്യൂക്കേഷൻ ടെക് രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസിനെ 7,300 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു. പിന്നാലെ മറ്റു വിദ്യാഭ്യാസ കമ്പനികളെയും ഇതുപോലെ സ്വന്തമാക്കി. ഇന്ത്യൻ ടീം ജേഴ്സിയുടെ സ്പോൺസർഷിപ്പ് അവകാശം ഈ മലയാളി സംരംഭകൻ സ്വന്തമാക്കി. അവിടെയാണ് ബൈജൂസിന്റെ കാൽ തെറ്റിയത്. കോവിഡ് കാലത്തിനു ശേഷം ഓൺലൈൻ പഠനത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞത് 100 കോടി രൂപ മൂല്യത്തിലേക്ക് താഴ്ത്തി. സ്പോൺസർഷിപ്പിലും പരസ്യത്തിലുമായി കോടികൾ പൊടിഞ്ഞു. ബിസിനസിന്റെ അടിത്തറ ഇളകി തുടങ്ങി. ഏറ്റെടുത്ത കമ്പനികളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലായതോടെ നേരിട്ട പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല. കണക്കുകൾ ഓഡിറ്റ് ചെയ്യാത്തതിനും പ്രതിസന്ധികൾ ഏറെയായി. $30 കോടി ഏറ്റെടുത്ത വൈറ്റ് ഹാറ്റ് കമ്പനിയുടെ പ്രവർത്തന നഷ്ടമാണ് ബൈജൂസിനെ തറ പറ്റിച്ചത്. 2023-ൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനാവാതെ ബംഗളൂരുവിലെ 2 വീടുകൾ പണയം വെച്ചു. വിദേശ നാണ്യ വിനിമയ നിയമം ലംഘിച്ച് പണമിടപാട് നടത്തിയെന്ന ആരോപണം വന്നപ്പോൾ 2023-ൽ ED ലുക്കൌട്ട് നോട്ടീസ് അയച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ബൈജുവിനെ പുറത്താക്കി കമ്പനി ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. 50,000 ജീവനക്കാരുള്ള ബൈജൂസ് 2,500-ലധികം ആളുകളെ പിരിച്ചുവിട്ടു. ചിലവനുസരിച്ചായിരുന്നില്ല വരുമാനം. 2,251 കോടി രൂപ പരസ്യങ്ങൾക്കും പ്രൊമോഷനുകൾക്കും ചിലവഴിച്ചു. ജീവനക്കാർക്കായി പലതരത്തിൽ ചെലവിട്ടത് 1,943 കോടി രൂപ. മൂന്നാം കക്ഷികൾക്കുള്ള കമ്മീഷൻ ചിലവുകൾക്ക് പോയത് 237 കോടി രൂപ. ലീഗൽ പ്രൊഫഷണൽ ഫീസ് ഇനത്തിൽ 667 കോടി. സ്പോൺസർഷിപ്പിന് 128 കോടി. അങ്ങനെ നീളുന്നു പതനത്തിലേക്കുള്ള കണക്കുകൾ. എന്തായാലും ബൈജുവിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പിലാണ് വിദ്യാർത്ഥികൾ.